കൃഷ്ണ രാധേ രാധേ ശ്യാം. ഒരു ദിവസം രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാന് പൂരി ചുട്ടുകൊണ്ടൊന്ന് കൊടുത്ത് ഭഗവാൻ അത് കഴിക്കുമ്പോൾ ചൂടുള്ളതായതുകൊണ്ട് ഭഗവാന്റെ വായ്പൊള്ളി രാധാ രാധ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ രുക്മിണി ദേവി ചോദിച്ചു, അല്ലയോ ഭഗവാനെ, എപ്പോഴും ഞാൻ അങ്ങയുടെ അടുത്ത അംഗനിയാണ്, അതുപോലെ മറ്റുള്ള ഭാര്യമാരും അങ്ങയ്ക്കുണ്ട്, എന്നിരുന്നിട്ട് പോലും അങ്ങ് ഒരു പ്രാവശ്യം പോലും അത് വിളിക്കാതെ എപ്പോഴും രാധ രാധ എന്നുള്ള നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആരാണ് ഈ രാധ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ പറഞ്ഞ്, ഞാൻ അത് പറയുന്നതിലും വൃത്തി നീ നേരിട്ട് പോയി ദേവി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ രുക്മിണി ദേവി ഒരു ദിവസം അങ്ങനെ ശ്രീമതി രാധാറാണിയെ കാണാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ രാധാറാണിയുടെ വീടിനടുത്ത് ഒരു പൂന്തോട്ടം എത്തിയപ്പോൾ അവിടെ ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതി ഇരുന്ന് പൂക്കൾ പറിക്കുന്നത് കണ്ട് അവിടെ ചെന്ന് അവളോട് ചോദിച്ച്, നീയാണോ രാധാറാണി എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ്, ഞാൻ രാധാറാണിയല്ല, ഞാൻ രാധാറാണിയുടെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും രുക്മിണി ദേവി വിചാരിച്ചു, ഇവളെ കണ്ട് എത്ര സൗന്ദര്യമാണ്, അപ്പോൾ രാധാറാണിയെ കണ്ട് എത്ര മനോഹരിയായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് അകത്ത് ചെന്ന് നോക്കുമ്പോൾ അതാ രാധാറാണി ഇരിക്കുന്നു. രാധാറാണിയുടെ കവിളെല്ലാം പൊള്ളി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ചോദിച്ചു, എന്തു പറ്റി, കവിളിൽ എന്തു പറ്റി ദേവി എന്ന് ചോദിച്ചു. അപ്പം രാധാറാണി പറഞ്ഞു, ആരോ എൻ്റെ കണ്ണന് ചൂടുള്ള ഭക്ഷണം കൊടുത്തു, അതാ എനിക്ക് പൊള്ളിയത്. ഞാനും എൻ്റെ കണ്ണനും ഒന്നാണ്, ഞങ്ങൾ വേറല്ല എന്ന സത്യം മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. ഉടനെ രുക്മിണി ദേവി അത് കേട്ടുടനെ ഭയങ്കര സങ്കടമായി കരഞ്ഞു. രാധേ രാധേ. അത് കേട്ടുടനെ രുക്മിണി ദേവിക്ക് ഭയങ്കര സങ്കടമായി. അതാണോ എപ്പോഴും എൻ്റെ കൃഷ്ണൻ എപ്പോഴും ഇങ്ങനെ രാധയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര പവിത്രമാണ് ഈ സ്നേഹബന്ധം.